നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ മരണശേഷവും സോളാർ വിവാദത്തിന് മരണമില്ല. ഈ വസ്തുത അടിവരയിട്ടാണ് ഇപ്പോൾ വീണ്ടും സോളാർ പുകഞ്ഞത്. രണ്ട് മാധ്യമ പ്രവർത്തകർ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇടതുമുന്നണിയുടെ സോളാർ സമരം അവസാനിപ്പിച്ചതെന്ന് മനോരമ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലാണ് വിവാദം ആളിക്കത്തിച്ചത്. രഹസ്യ ധാരണയുണ്ടാക്കി സോളാർ സമരം CPM അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് മുണ്ടക്കയം എഴുതിയതോടെ CPMന് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ജോൺ ബ്രിട്ടാസ് വാർത്താ സമ്മേളനം വിളിച്ചതോടെ സോളാർ വീണ്ടും രാഷ്ട്രീയ വിവാദമായി. ചെറിയാൻ ഫിലിപ്പ് കൂടി രംഗത്ത് വന്നതോടെ വിവാദത്തിന് എരിവേറുകയും ചെയ്തു. ഇതിനിടയിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിന്റെ പ്രതികരണവും വന്നു. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചിരുന്നുവെന്നാണ് തിരുവഞ്ചൂർ വെളിപ്പെടുത്തിയത്. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നാണ് ബ്രിട്ടാസ് വിളിക്കുന്നതെന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞത്. സമരം ഒത്തുതീരാൻ ഫോൺ സംഭാഷണം നടന്നുവെന്നത് വ്യക്തമാണ്. ആരാണ് ആദ്യം വിളിച്ചതെന്ന കാര്യം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ഇതിനെല്ലാം ഇടയിൽ മറ്റൊരു ബോംബുമായി ദല്ലാൽ നന്ദകുമാറും എത്തി. സോളാർ സമരം മൂർധന്യത്തിൽ നിൽക്കെ KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ CPM ശ്രമിച്ചിരുന്നതായി ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. അതുവഴി UDF ഭരണത്തെ അട്ടിമറിക്കാനായിരുന്നു നീക്കം. ഇത് പൊളിഞ്ഞതോടെയാണ് ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയതെന്നും നന്ദകുമാർ പറഞ്ഞു. PC ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ശ്രമം. പിണറായി വിജയനോട് സംസാരിച്ചത് EP ജയരാജനാണ്. ജോർജിനും EP ജയരാജനും മാണിയെ നേരിൽ കണ്ടു. പിണറായി വിജയൻ ഫോണിലൂടെ ദൗത്യത്തിൽ പങ്കുചേർന്നു. മാണി ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചില്ല. മൻമോഹൻ സിംഗിനെയും സോണിയാഗാന്ധിയെയും കണ്ട ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിയാക്കാൻ ഡൽഹിയിൽ നടത്തിയ ശ്രമം പൊളിഞ്ഞതിന് പിന്നിലെ കഥകൾ താൻ വെളിപ്പെടുത്തിയപ്പോൾ മാണിക്ക് താല്പര്യമായെന്നും നന്ദകുമാർ അവകാശപ്പെടുന്നു. നീക്കം നടക്കുമോ എന്ന സംശയം മാണി വീണ്ടും ഉന്നയിച്ചപ്പോൾ തീർച്ചയായും നടക്കുമെന്ന് മറുപടി നൽകി. കോൺഗ്രസിൽ നിന്നുള്ള അപമാനം സഹിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് പാലായിലൂടെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാർ പോകുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ മാണി ചിരിച്ചുകൊണ്ട് തോളിൽ തട്ടി തുടർ സംഭാഷണങ്ങൾക്കായി സന്തത സഹചാരിയുടെ നമ്പർ തന്നു. പക്ഷേ K കരുണാകരൻ മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ K മുരളീധരൻ ശ്രമിച്ച പോലെ ജോസ് കെ മാണി ശ്രമിച്ചതുകൊണ്ടാണ് നീക്കം ഫലം കാണാതെ പോയത്. മാണി തീരുമാനമെടുക്കാനും വൈകി. തുടർന്ന് CPMന് സോളാർ സമരം ഒത്തുതീർക്കുകയല്ലാതെ വേറെ വഴിയില്ലാതെയായെന്നും നന്ദകുമാർ പറയുന്നു. അതേസമയം KM മാണിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കി BJP നേതാവായ PC ജോർജും രംഗത്തെത്തി. ഇതിനായി KM മാണി തന്നെ വിളിച്ചിരുന്നുവെന്നും PC വ്യക്തമാക്കി. ഒരിക്കൽ തിരുവനന്തപുരത്തുള്ളപ്പോൾ KM മാണി തന്നെ വിളിച്ചു. താൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. PC ഒന്ന് ആത്മാർത്ഥമായി ജോലി ചെയ്താൽ എനിക്ക് മുഖ്യമന്ത്രിയാകാമെന്ന് KM മാണി പറഞ്ഞു. ആദ്യം താൻ എതിർത്തു. ഉമ്മൻചാണ്ടിയല്ലേ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ നമ്മൾ ഉപദ്രവിക്കണമോ എന്ന് ചോദിച്ചു. ഒരു മീനച്ചൽ താലൂക്കുകാരൻ മുഖ്യമന്ത്രിയാകുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നായി മാണി. ഒടുവിൽ ഞാൻ വഴങ്ങി. VSനെ കണ്ട് സംസാരിച്ചു. വെളിയം ഭാർഗവനെ അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിലെത്തിയും കണ്ടു. കേന്ദ്ര മന്ത്രിപദം മോഹിച്ച ജോസ് കെ മാണിയാണ് മാണിയുടെ മുഖ്യമന്ത്രി പദത്തിന് അന്ന് തടസ്സം നിന്നതെന്ന് PCയും വ്യക്തമാക്കുന്നു. നന്ദി.